ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുടെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന നിയന്ത്രകൻ കേന്ദ്ര ബാങ്കാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പേരല്ല നമ്മൾ ആക്ച്വലി പറയുന്നത്, വേറൊരു പേരാണ്. ഏതാണ്? ബാങ്കുകളെ സൂപ്പർവൈസ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അപ്പൊ ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. ഹായ് ഓൾ, എൻട്രിയുടെ പുതിയൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാമുകളിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പോർഷനാണ് പ്രധാനപ്പെട്ട സാമ്പത്തിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നമ്മൾ വാർത്തകളിൽ കാണുന്ന എക്സാമുകളിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക സ്ഥാപനങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ 2 ഭാഗങ്ങളായിട്ടായിരിക്കും ചെയ്യുക. 2 ഭാഗങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സാമ്പത്തിക സ്ഥാപനങ്ങളിലൂടെ വേഗത്തിലും നോക്കി പോകുന്നു. അത് വരാൻ പോകുന്ന പ്രിലിമിനറി എക്സാമിനും അതുപോലെ തന്നെ മറ്റെല്ലാ ഡിഗ്രി തല എക്സാമുകൾക്കും വളരെ ഉപയോഗപ്രദമാകുന്ന രീതിയിലായിരിക്കും ഈ വീഡിയോ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഇന്നത്തെ ഈ ഫസ്റ്റ് പാർട്ടിൽ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ 3 സാമ്പത്തിക സ്ഥാപനങ്ങളെ പറ്റിയാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്ന് RBI, മറ്റൊന്ന് SEBI, മറ്റൊന്ന് NABARD. നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇതിനെ 3നെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ പറ്റിയാണ്. അപ്പൊ നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ്, അല്ലെ? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് RBI എന്ന് പറയുന്നത്. ഇപ്പൊ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് കൊണ്ട് ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയെ റെഗുലേറ്റ് ചെയ്യുന്നു ആണല്ലോ. ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയെ റെഗുലേറ്റ് ചെയ്യുന്നു, റെഗുലേറ്റർ. ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയുടെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന നിയന്ത്രകൻ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ബാങ്കുകൾക്ക് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, ബാങ്കുകളെ സൂപ്പർവൈസ് ചെയ്യുന്നു, അവരെ റെഗുലേറ്റ് ചെയ്യുന്നു, എല്ലാം തന്നെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ടുള്ള RBI ആണ്. ഇനി ഇന്ത്യയിൽ RBI വരാൻ കാരണമായിട്ടുള്ള കമ്മീഷൻ ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരാൻ കാരണമായ കമ്മീഷൻ, ആ കമ്മീഷന്റെ പേര് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ്. അപ്പൊ റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ് 1926 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റിയാണ് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ്. ഓൾസോ നോൺ ആസ്, ഞാൻ പേര് ഇവിടെ കൊടുത്തിട്ടില്ല, പോപ്പുലർ ആയിട്ട് അതിനറിയപ്പെടുന്ന പേര് വേറൊന്നുണ്ട്. നമ്മൾ പറയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പേരല്ല നമ്മൾ ആക്ച്വലി പറയുന്നത്, വേറൊരു പേരാണ്. ഏതാണ്? ഓൾസോ നോൺ ആസ്. നിങ്ങൾ തന്നെ പറഞ്ഞേ, എന്ത് പേരാ പറയുന്നേ? ഹിൽട്ടൺ യങ് കമ്മീഷൻ, അല്ലെ? ഹിൽട്ടൺ യങ് എന്ന് പറയുന്നത് ഈ ഒരു റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസിന്റെ അധ്യക്ഷനായിരുന്നു ഹിൽട്ടൺ യങ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കമ്മീഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ നിർദ്ദേശം അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റി 1926 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ട് ആദ്യം എന്ത് ചെയ്യുന്നില്ല, ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. എന്താണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത്? ഇന്ത്യക്ക് ഒരു കേന്ദ്ര ബാങ്ക് വേണം, ഇന്ത്യയിലെ ബാങ്കിങ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഒരു കേന്ദ്ര ബാങ്ക് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിന് അംഗീകാരമൊന്നും കൊടുക്കുന്നില്ല. പിന്നീട് 1929 റിസഷൻ, ആഗോള സാമ്പത്തിക മാന്ദ്യമൊക്കെ വന്നതിന് ശേഷമാണ് ബാങ്കിങ് മേഖല ഒരു തകർച്ച നേരിട്ടപ്പോൾ ഇന്ത്യക്കാരെ സമാധാനപ്പെടുത്താനോ ഇന്ത്യക്കാരുടെ വളർച്ചയ്ക്ക് വേണ്ടിയോ അല്ല കൊണ്ടുവന്നത്. കാരണം നമുക്കറിയാം ഇന്ത്യയിലെ ബാങ്കുകൾ കൂടുതലും ഭൂരിഭാഗവും ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടന്റെ കയ്യിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു തകർച്ച വരരുത് എന്ന് കരുതി എന്ത് ചെയ്യുന്നുണ്ട്, 1934 RBI ആക്ട് പാസ്സാകുന്നു. അപ്പോൾ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ 1935 ഏപ്രിൽ 1 RBI നിലവിൽ വരികയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഓർത്തിരിക്കാനുള്ള കാര്യം, ഹിൽട്ടൺ യങ് കമ്മീഷൻ, റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ്. ആദ്യകാലത്തില് ഈ പറയുന്ന RBIക്ക് സ്വകാര്യ ഉടമസ്ഥരും ഉണ്ടായിരുന്നു, അതായത് പ്രൈവറ്റ് ഓണർഷിപ്പും ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതായത് എന്താണ്, മുഴുവനായിട്ടും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. അത് 1949 ജനുവരി 1 നാഷണലൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നാഷണലൈസേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദേശസാൽക്കരണം. ഒരു സ്ഥാപനത്തിനെ ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാഷണലൈസേഷൻ, ദേശസാൽക്കരണം. അങ്ങനെ 1949 ജനുവരി 1 RBI ദേശസാൽക്കരണം നടത്തുന്നത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ
അടുത്ത് നോക്കുന്നു ആർ ബി ഐയുടെ മാനേജ്മെന്റ്. ഈ ഒരു ആർ ബി ഐ നിയന്ത്രിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ ആർ ബി ഐനെ നിയന്ത്രിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതിനൊരു കേന്ദ്ര ബോർഡ് ഉണ്ട്. ആർ ബി ഐനെ നിയന്ത്രിക്കാൻ ഒരു കേന്ദ്ര ബോർഡ് ഉണ്ട്. 21 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കേന്ദ്ര ബോർഡാണ് ആർ ബി ഐനെ നിയന്ത്രിക്കുന്നത്. ആ കേന്ദ്ര ബോർഡിൽ 21 അംഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. 5 അംഗങ്ങളെ നമ്മൾ 5 പേരടങ്ങുന്നതിനെ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ്, ഔദ്യോഗിക ഡയറക്ടർമാരെന്ന് പറയുന്നുണ്ട്. ഇനി മറ്റ് 16 അംഗങ്ങളെ നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ്. ഒഫീഷ്യൽ ഡയറക്ടേഴ്സും നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സും 5 പേര്, 21 5 പേര് ഔദ്യോഗിക ഡയറക്ടർമാരും 16 പേര് അനൗദ്യോഗിക ഡയറക്ടർമാരും. ഈ 5 പേര് ആരൊക്കെയാണ്? ഒന്ന് ആർ ബി ഐ ഗവർണർ, 4 പേര് ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർമാർ. പറഞ്ഞിരിക്കുക, ആർ ബി ഐക്ക് ഒരു ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണർമാരുമാണ് ഉള്ളത്. മാക്സിമം 4 ഡെപ്യൂട്ടി ഗവർണർമാർ മാത്രമേ പാടുള്ളൂ. ഇപ്പോഴത്തെ ആർ ബി ഐയുടെ ഗവർണർ ശക്തികാന്ത ദാസ്, 25ാമത്തെ ആർ ബി ഐയുടെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ഇനി 16 നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ്, അനൗദ്യോഗിക ഡയറക്ടർമാർ 16 പേരുണ്ട്. അതില് 4 പേരെന്ന് പറയുന്നത് ആർ ബി ഐക്ക് 4 ലോക്കൽ ബോർഡുകളുണ്ട്. അതായത് ആർ ബി ഐയുടെ ഇന്ത്യയിലെ 4 സ്ഥലങ്ങളിൽ ആർ ബി ഐക്ക് ലോക്കൽ ബോർഡുകളുണ്ട്. എവിടെയൊക്കെയാ? മുംബൈ, ചെന്നൈ, ഡൽഹി, കൊൽക്കത്ത എന്നീ 4 സ്ഥലങ്ങളിൽ ആർ ബി ഐക്ക് ലോക്കൽ ബോർഡുകളുണ്ട്. ആ ലോക്കൽ ബോർഡുകളിലെ ഡയറക്ടർമാര്, 4 ഡയറക്ടേഴ്സ് ഓഫ് ലോക്കൽ ബോർഡുകളിലെ 4 ഡയറക്ടർമാര്. അത് കഴിഞ്ഞിട്ട് 10 ഗവൺമെന്റ് നോമിനീസ്, 10 പേര് ഗവൺമെന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന ഗവൺമെന്റ് നോമിനീസ്, പിന്നെ 2 പേര് ഗവൺമെന്റ് ഒഫീഷ്യൽസ്, ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർ. അങ്ങനെ മൊത്തം 16 നോൺ ഒഫീഷ്യൽ. അപ്പൊ നോക്കി, ആർ ബി ഐയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. 21 അംഗങ്ങളുണ്ട്. അതില് 5 പേര് ഔദ്യോഗിക അംഗങ്ങൾ, 16 പേര് അനൗദ്യോഗിക അംഗങ്ങൾ. ഔദ്യോഗിക അംഗങ്ങളില് ഗവർണറും ഡെപ്യൂട്ടി ഗവർണറും, 4 ഡെപ്യൂട്ടി ഗവർണർമാരാണ് ഉള്ളത്. അനൗദ്യോഗിക അംഗങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലോ, അതില് 4 പേര് 4 ലോക്കൽ ബോർഡുകളിൽ നിന്നുള്ളവരാണ്. ചെന്നൈ, മുംബൈ, കൊൽക്കത്ത, ഡൽഹി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആർ ബി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആർ ബി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ ആണ്. മുംബൈയിൽ ഹെഡ് ക്വാർട്ടേഴ്സ് കൂടാതെ മുംബൈയിൽ എന്തും കൂടെ ഉണ്ട്? ആർ ബി ഐയുടെ ലോക്കൽ ബോർഡും മുംബൈയിലുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ആർ ബി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്, അതുകൂടാതെ ലോക്കൽ ബോർഡും മുംബൈയിലുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി ആർ ബി ഐക്ക് 10 ഗവൺമെന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന ആൾക്കാർ, 10 ഗവൺമെന്റ് നോമിനീസ് ഉണ്ട്, 2 ഗവൺമെന്റ് ഒഫീഷ്യൽസ്, 2 ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ. ഇവരാണ് ആർ ബി ഐയുടെ 21 അംഗ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവരാണ് ആർ ബി ഐയുടെ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനം എടുക്കുന്നത്. ഇനി ആർ ബി ഐയുടെ ഗവർണർമാരെ പറ്റി പറഞ്ഞാൽ നമുക്കറിയാം, ആർ ബി ഐയുടെ ആദ്യത്തെ ഗവർണർ, ഫസ്റ്റ് ആർ ബി ഐ ഫോം ചെയ്യുന്ന സമയത്ത്, രൂപം കൊള്ളുന്ന സമയത്ത് ആർ ബി ഐയുടെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കറൻസി നോട്ട് സൈൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയില്ല. അത് കിട്ടിയിട്ടുള്ളത് ജെയിംസ് ടെയ്ലറിനാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. അപ്പോൾ കറൻസി നോട്ട് സൈൻ ചെയ്യുന്ന ആർ ബി ഐ ഗവർണർ ജെയിംസ് ടെയ്ലർ ആണ്. ഇനി ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ആർ ബി ഐ ഗവർണർ സി ഡി ദേശ്മുഖ് ആണ്. ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐയുടെ ഗവർണർ ആയിരുന്ന വ്യക്തി ബെനഗൽ രാമറാവു. അതുപോലെ തന്നെ ഇതുവരെ ആർ ബി ഐയിൽ ഒരു വനിത ഗവർണർ ആയിട്ടില്ല. പക്ഷെ ഒരു ഡെപ്യൂട്ടി ഗവർണർ ആയിട്ട് ഒരു വനിത വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് വന്ന ആരാണ്? KJ ഉദ്ദേശി. അപ്പൊ ഈ ആരൊക്കെയാണ് ആർ ബി ഐയുടെ ഗവർണർ സ്ഥാനത്ത് വന്നിട്ടുള്ളത്? ആദ്യത്തെ ഗവർണർ, ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ, നിലവിലുള്ള ഗവർണർ ശക്തികാന്ത് ദാസ്, അദ്ദേഹം 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ആർ ബി ഐയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ആർ ബി ഐ ചെയ്യുന്നത്? ആർ ബി ഐ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇഷ്യൂർ ഓഫ് കറൻസി നോട്ട്സ്. നമ്മുടെ രാജ്യത്ത് കറൻസി നോട്ടുകളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പൈസ ഇഷ്യൂ ചെയ്യുന്നത് ആർ ബി ഐ ആണ്. എല്ലാം നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ കറൻസി നോട്ടുകളും ഇഷ്യൂ ചെയ്യുന്ന ആർ ബി ഐ ആണ്. ആർ ബി ഐക്ക് അതിനുള്ള മൊണോപ്പൊളി ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണോ? നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിഗ്രി ലെവലിൽ. നമ്മുടെ രാജ്യത്ത് അച്ചടിക്കുന്ന എല്ലാ കറൻസി നോട്ടുകളും, 1 രൂപ, 2 രൂപ കോയിനുകൾ, നോട്ടുകൾ എല്ലാം അടിച്ചിറക്കുന്ന ആർ ബി ഐ ആണ്. ആർ ബി ഐക്ക് അതിനുള്ള മൊണോപ്പൊളി ഉണ്ട്. ശരിയാണോ? ഇല്ല.
നമ്മുടെ രാജ്യത്ത് കറൻസി നോട്ടുകൾ എക്സെപ്റ്റ് 1 rupee നോട്ട്സ്, 1 രൂപ നോട്ടും പ്ലസ് എല്ലാ കോയിനുകളും പ്രിന്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ്, ധനകാര്യ മന്ത്രാലയമാണ്. 1 രൂപ നോട്ടും എല്ലാ കോയിനുകളും പ്രിന്റ് ചെയ്യുന്ന ധനകാര്യ മന്ത്രാലയം. അതൊഴികെ ബാക്കി എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കുന്നത്, ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അപ്പോൾ ഇഷ്യൂർ ഓഫ് കറൻസി നോട്ട്, നമ്മുടെ രാജ്യത്ത് എല്ലാ കറൻസി നോട്ടുകളും എക്സെപ്റ്റ് 1 രൂപ നോട്ടും കോയിനുകളും അത് ധനകാര്യ മന്ത്രാലയമാണ്. ബാക്കിയെല്ലാം തന്നെ ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ബാങ്കർ ടു ദി ബാങ്ക്സ്. ഇനി ബാങ്കർ ടു ദി ബാങ്ക്, ബാങ്കുകളുടെ ബാങ്കായിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? RBI പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്കുകളുടെ ബാങ്ക്, അതായത് ബാങ്കുകൾക്ക് രജിസ്ട്രേഷൻ, അതുപോലെ ബാങ്കുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നു, ബാങ്കുകളെ സൂപ്പർവൈസ് ചെയ്യുന്നു, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അപ്പൊ ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? RBI പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ ബാങ്കുകൾ ഇന്ത്യയിൽ നിയന്ത്രിക്കുന്നതും RBI ആണ്. ഇനി ബാങ്കർ ടു ദ ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നു ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ. അപ്പൊ ചോദ്യം വരും, ഏത് ഗവൺമെന്റ് ആണ്? ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, സെൻട്രൽ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും, കേന്ദ്ര സർക്കാരിന്റെയും എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും ബാങ്കറായിട്ട് ആര് പ്രവർത്തിക്കുന്നു? RBI പ്രവർത്തിക്കുന്നു. ദെൻ കസ്റ്റോഡിയൻ ഓഫ് ഫോറക്സ് റിസർവ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. എന്താണ് ഈ ഫോറക്സ് റിസർവ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത്? ഫോറക്സ് റിസർവ് എന്ന് പറഞ്ഞാൽ വിദേശ നാണ്യത്തിന്റെ കരുതൽ. അപ്പൊ എന്താണ് ഈ വിദേശ നാണ്യം എന്ന് പറയുന്നത്? നമുക്കറിയാം RBIയുടെ കയ്യില് വിദേശ നാണ്യത്തിന്റെ കരുതൽ ഉണ്ടാകും. വിദേശ നാണ്യം നമുക്കറിയാം എന്താ, മറ്റ് രാജ്യങ്ങളിലെ കറൻസി, അത് കറൻസി രൂപത്തിലോ ഗോൾഡ് രൂപത്തിലോ കറൻസി അസറ്റുകളുടെ രൂപത്തിലോ അങ്ങനെ പല രൂപത്തിൽ എന്ത് ചെയ്യും? സൂക്ഷിക്കും. ഇത്തരത്തിലുള്ള കരുതൽ സൂക്ഷിക്കുന്നത് ആരാണ്? RBI ആണ്. RBI ആണ് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. നമ്മുടെ രാജ്യത്തെ വിദേശ നാണ്യത്തിന്റെ കരുതൽ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നത്, അതിന്റെ കസ്റ്റഡി, ഇതെല്ലാം തന്നെ RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നടത്തുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ വിദേശ നാണ്യത്തിന്റെ കരുതൽ അത് സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത് RBI ആണ്. ഇനി ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, നമുക്കതിന് മലയാളത്തിൽ അവസാന അത്താണി എന്ന് പറയാം. ബാങ്കുകൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി, ബാങ്കുകൾക്ക് ഫണ്ടിന് ആവശ്യമുണ്ട്, എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ബാങ്കുകൾ ഓടിപ്പോകുന്ന എങ്ങോട്ടാണ്? ബാങ്കുകൾ ഓടിപ്പോകുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്താണ്. നമുക്കറിയാം റിപ്പോ, ബാങ്കുകൾ കടം വാങ്ങാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമല്ലേ. അതുപോലെ തന്നെ എന്താണ് MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? RBIയുടെ കയ്യിൽ നിന്ന് അടിയന്തര സാഹചര്യത്തിൽ പൈസ കടം മേടിക്കുന്നുണ്ട്. അപ്പൊ അവസാന അത്താണി ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്ന ആരാണ്? RBI ആണ്. ദെൻ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, വായ്പകളുടെ നിയന്ത്രകൻ. നമ്മുടെ രാജ്യത്ത് വായ്പകൾ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നത് ആരാണ്? RBI ആണ്. ദെൻ മോണിറ്ററി അതോറിറ്റി, നമുക്കറിയാം മോണിറ്ററി അതോറിറ്റി, മോണിറ്ററി എന്ന് വെച്ചാൽ റിലേറ്റഡ് ടു മണി. നമ്മുടെ രാജ്യത്ത് മണിയായിട്ട് ബന്ധപ്പെട്ട, പൈസയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇഷ്യൂ ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് RBI ആണ്. RBI നമ്മുടെ രാജ്യത്തെ മോണിറ്ററി അതോറിറ്റിയാണ്. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം ആർക്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്ത് എന്ത് പ്രഖ്യാപിക്കുന്നത്? മോണിറ്ററി പോളിസി പ്രഖ്യാപിക്കുന്നത്, അല്ലെ? മോണിറ്ററി പോളിസി, പണനയം. നമ്മുടെ രാജ്യത്തെ പണനയം പ്രഖ്യാപിക്കുന്നത് RBI അല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പണനയം പ്രഖ്യാപിക്കണമെങ്കിൽ ആ പണത്തിന്റെ മേൽ നമുക്കൊരു നിയന്ത്രണം ഉണ്ടാകണം, അല്ലെ? ഒരു പണത്തിന്റെ മേൽ നിയന്ത്രണം ഉണ്ടാകുമ്പോൾ ആ ഒരു സ്ഥാപനത്തിനെ നമ്മൾ പണത്തിന്റെ അധികാരി അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി നമുക്ക് വിളിക്കാം. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ കറൻസി നോട്ടുകൾ, നമുക്കറിയാം കോയിനുകളും 1 രൂപയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അത്രത്തോളം കോൺട്രിബ്യൂട്ട് ഒന്നും ചെയ്യുന്നില്ല. സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നോട്ടുകളാണ്. 5, 10, 20, 100, 200, 500 തുടങ്ങിയതെല്ലാമാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം തന്നെ റിലീസ് ചെയ്യുന്നത് RBI ആണ്, ഇഷ്യൂ ചെയ്യുന്ന RBI ആണ്. അപ്പൊ RBI കൃത്യമായിട്ട് മോണിറ്ററി അതോറിറ്റിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ബാങ്കുകളെ നിയന്ത്രിക്കുന്ന RBI ആണ്. ബാങ്കുകളാണ് ജനങ്ങളുടെ കയ്യിലോട്ട് കാശ് എത്തിക്കുന്നത്, വായ്പയായിട്ടും അല്ലാതെയും. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്കുകളെ നിയന്ത്രിക്കുന്നു, വായ്പ നിയന്ത്രിക്കുന്നു, പണം വിതരണം ചെയ്യുന്നു. അപ്പൊ പണത്തിന് മേലുള്ള സർവ്വ അധികാരം RBIക്കാണ്. RBI രാജ്യത്തെ മോണിറ്ററി അതോറിറ്റിയാണ്. RBI ആ മോണിറ്ററി നമ്മുടെ രാജ്യത്തിന്റെ മണി സപ്ലൈ എന്ന് വെച്ചാൽ പണത്തിന്റെ അളവ്, ലിക്വിഡിറ്റി നമ്മൾ പറയാറില്ലേ, പണത്തിന്റെ അളവ്, ആ ഒരു മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി അനൗൺസ് ചെയ്യുന്ന പോളിസിയാണ്
മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അനൗൺസ് ചെയ്യുന്നത്, നമ്മുടെ RBI അനൗൺസ് ചെയ്യുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി, പണനയം എന്ന് പറയുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി ഡെവലപ്മെന്റൽ റോൾസ്, നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലെ പ്രത്യേകിച്ച് മണി മാർക്കറ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി RBI പ്രവർത്തിക്കുന്നു. അപ്പൊ മണി മാർക്കറ്റ്, പണവിപണി. അപ്പൊ ഇന്ത്യയിലെ പണവിപണിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ RBI ആണ്. അതൊരു മുൻവർഷ ചോദ്യമാണ്. ഇന്ത്യയിലെ പണവിപണി, അതായത് മണി മാർക്കറ്റ് എന്ന് നമ്മൾ പറയുന്നു, പണവിപണിയെ നിയന്ത്രിക്കുന്നത് ആരാണ്? RBI. ഓക്കെ അല്ലേ? പണവിപണി, ഇപ്പൊ ഇന്ത്യയിലെ പണവിപണി, മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. ഈ ഒരു പണവിപണിക്കകത്താണ് ആരൊക്കെ വരുന്നത്? ബാങ്കുകൾ വരുന്നത്, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്, ഇതെല്ലാം വരുന്നത് ഇതിനകത്ത്. ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിനകത്ത് കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്ക്, ഡെവലപ്മെന്റൽ ബാങ്ക് തുടങ്ങിയ എല്ലാ ബാങ്കുകളും ഇതിനകത്ത് വരുന്നു. NBFC, അതിനകത്ത് നമ്മുടെ KSFE വരുന്നു, അതുപോലെ മുത്തൂറ്റ് വരുന്നു. ഇതെല്ലാം തന്നെ ഏതിനകത്ത് വരുന്നു? NBFCക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്ഥാപനങ്ങൾ ചേരുന്നതാണ് മണി മാർക്കറ്റ്. ആ മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന RBI ആണ്. അപ്പൊ ഇന്ത്യയിലെ പണവിപണിയുടെ നിയന്ത്രകൻ ആരാണ്? RBI ആണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോ പണവിപണിയുടെ നിയന്ത്രകൻ RBI ആണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ്, മൂലധന വിപണിയുടെ നിയന്ത്രകൻ ആരാണ്? സെബി ആണ്. അപ്പോൾ ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റ്, മൂലധന വിപണിയുടെ നിയന്ത്രകൻ എന്ന് പറയുന്ന ആരാണ്? സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മൾ പറഞ്ഞു പണവിപണിയുടെ നിയന്ത്രകനാണ് RBI. RBIനെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ സാമ്പത്തിക സ്ഥാപനം നമ്മൾ ഓൾറെഡി ഇവിടെ കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് ഏതാ പറഞ്ഞത്? RBIനെ പറ്റിയാണ് പറഞ്ഞത്. RBI ഇന്ത്യയിലെ പണവിപണിയെ നിയന്ത്രിക്കുന്നു, ബാങ്കുകളെ നിയന്ത്രിക്കുന്നു, പണത്തിന്റെ സപ്ലൈനെ നിയന്ത്രിക്കുന്നു. മോണിറ്ററി അതോറിറ്റിയാണ് RBI എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ സാമ്പത്തിക സ്ഥാപനത്തിനെ പറ്റി പറയുന്നു. രണ്ടാമത്തെ സാമ്പത്തിക സ്ഥാപനമാണ് സെബി എന്ന് പറയുന്നത്. സെബി എന്ന് വെച്ചാൽ എന്താണ്? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പൊ സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് സെബിയുടെ ഫുൾ ഫോം, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പൊ സെബി ആണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ, മൂലധന വിപണിയെ നിയന്ത്രിക്കുന്ന സെബി. അപ്പൊ ചോദ്യം ചോദിക്കാം, പണവിപണിയുടെ നിയന്ത്രകൻ RBI ആണെങ്കിൽ മൂലധന വിപണി, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ നിയന്ത്രകൻ ആരാണ്? സെബി ആണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ക്യാപിറ്റൽ മാർക്കറ്റിനകത്താണ് ആരൊക്കെ വരുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ലോങ് ടേം സെക്യൂരിറ്റീസ്, ഇതെല്ലാം വരുന്ന എവിടെ? വെഞ്ചർ ക്യാപിറ്റൽ, ഇതെല്ലാം വരുന്നത് ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? സെബി. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാനുള്ള സെബിനെ പറ്റിയാണ്. സെബി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആണ്. ഓക്കെ അല്ലേ? ക്യാപിറ്റൽ മാർക്കറ്റിന്റെ നിയന്ത്രകനാണ് സെബി എന്ന് പറയുന്നത്. സെബിനെ പറ്റി മറ്റൊരു ചോദ്യവും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളെ നിയന്ത്രിക്കുന്നത് ആരാണ്? അപ്പൊ ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളെ നിയന്ത്രിക്കുന്നത് ആരാണെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. അപ്പോ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിനെ ഇന്ത്യയിൽ നിയന്ത്രിക്കുന്നത് ആരാണെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് സെബി ആണ്. അപ്പൊ എന്താണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്? അപ്പൊ നമുക്കറിയാം ഓരോ കമ്പനികൾക്കും, ഗവൺമെന്റുകൾക്കും, സ്ഥാപനങ്ങൾക്കും എല്ലാം തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ്, നമുക്ക് സിബിൽ സ്കോർ ഉണ്ടല്ലോ, വ്യക്തികൾക്ക് നമുക്ക് സിബിൽ സ്കോർ ഉണ്ടല്ലോ. നമ്മുടെ സിബിൽ സ്കോർ മെച്ചപ്പെട്ടാൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട കുറഞ്ഞ പലിശ നിരക്കിൽ ലോണുകൾ കിട്ടും. സിബിൽ സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന പലിശ കൊടുക്കണം, ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ വ്യക്തികൾക്ക് സിബിൽ സ്കോർ, ക്രെഡിറ്റ് സ്കോറിനെയാണ്, ക്രെഡിറ്റ് സ്കോർ പുറത്തിറക്കുന്ന ഒരു കമ്പനിയാണ് സിബിൽ അല്ലെ? വ്യക്തികളുടെ ക്രെഡിറ്റ് സ്കോർ പുറത്തിറക്കുന്ന ഒരു കമ്പനിയാണ് സിബിൽ. ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് സിബിൽ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സിബിൽ സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ നല്ല സ്കോർ ആണെങ്കിൽ കുറഞ്ഞ പലിശയ്ക്ക് നല്ല വായ്പ കിട്ടും. സ്കോർ കുറവാണെങ്കിൽ പലിശ കൂടുതൽ കൊടുക്കണം, വായ്പ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ പല സ്കോറുകൾ ഇന്ത്യയിലുണ്ട്. നമുക്ക് സിബിലാണ് കൂടുതൽ പോപ്പുലർ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ പോലുള്ള വ്യക്തികളുടെ ക്രെഡിറ്റ് സ്കോർ ആണ് ഇത്തരത്തിലുള്ള സിബിൽ പോലുള്ള കമ്പനികൾ പുറത്തിറക്കുന്നത്. അതുപോലെ തന്നെ കമ്പനികളുടെയും ഗവൺമെന്റുകൾക്കും ക്രെഡിറ്റ് സ്കോർ ഉണ്ട്. അതിന് നമ്മൾ ക്രെഡിറ്റ് റേറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ മൂഡീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വാർത്തയിൽ വരുന്നു, മൂഡീസ് ഇന്ത്യയുടെ റേറ്റിംഗ് താഴ്ത്തി. മൂഡീസ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. കമ്പനികളുടെയും ഗവൺമെന്റുകളുടെയും ക്രെഡിറ്റ് റേറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് റേറ്റ് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് വർത്ത്നെസ്, കടമെടുക്കാൻ അർഹതയുണ്ടോ, അവരുടെ ഇപ്പോഴത്തെ കടമെടുപ്പ് നില എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ക്രെഡിറ്റ് റേറ്റിംഗ് വഴി എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മൂഡീസ് എന്ന് പറയുന്ന ലോകത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്.
അതുപോലെ തന്നെ ഫിച്ച്, FITCH. ഫിച്ച് എന്ന് പറയുന്നതും ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫിച്ച് നമ്മുടെ ഡിഗ്രി മെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫിച്ച് എന്ന് പറയുന്നത് ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. അതുപോലെ തന്നെ S&P, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, ഇത് മൂന്നിനെയാണ് ലോകത്തെ ബിഗ് 3 ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ എന്ന് പറയുന്നത്. മൂഡീസ്, ഫിച്ച്, അതുപോലെ തന്നെ S&P. മൂഡീസ്, ഫിച്ച്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് പുവർ, ഇതിന് മൂന്നിനെയും കൂടെയാണ് നമ്മൾ ലോകത്തിലെ ബിഗ് 3 ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളെ കൃത്യമായിട്ട് നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളെ നിയന്ത്രിക്കുന്ന സെബിയാണ്. അതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും പറഞ്ഞ 1, 2, 3, 4 പോയിന്റിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിനെ നിയന്ത്രിക്കുന്നത് ആര്? സെബി. ഈ ഫിച്ച് എന്ന് പറയുന്ന എന്ത് സ്ഥാപനമാണ്? അതൊരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഫിച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. ഫിച്ചിന്റെ ആൻസർ അറിയാമെങ്കിൽ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് കിട്ടുമായിരുന്നു. കാരണം അതൊരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. ഫിച്ചിന്റെ ആൻസർ അറിയാമെങ്കിൽ നമുക്ക് എലിമിനേഷൻ വഴി ആൻസറിലെത്താൻ പറ്റുമായിരുന്നു. അപ്പൊ അറിഞ്ഞിരിക്കുക, സെബി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ റെഗുലേറ്റ് ചെയ്യുന്നതും ആരാണ്? സെബി ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഇനി 1988 സെബി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സെബി ഒരു ഉപദേശക ബോഡി ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. മുംബൈ ആയിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ്. പക്ഷേ പിന്നീട് ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടുന്നു. അതിന്റെ അർത്ഥം ഇതിനൊരു നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ, അല്ലെങ്കിൽ ഇതൊരു നിയമപരമായിട്ടുള്ള സ്ഥാപനമായിട്ട് മാറുന്നു. കാരണം സെബി ആക്ട് വരുന്നു. അങ്ങനെ 1992 ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറുന്നു. മുന്നേ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നില്ല, പിന്നീട് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറുന്നു. ഇനി GS പട്ടേൽ കമ്മിറ്റി. അപ്പൊ ഏത് കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് സെബി വന്നത്? GS പട്ടേൽ കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് സെബി വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി സെബി ഒരു ക്വാസി ലെജിസ്ലേറ്റീവ്, ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് ലെജിസ്ലേറ്റീവ് ബോഡി, എന്താണ് ജുഡീഷ്യൽ ബോഡി. ലെജിസ്ലേറ്റീവ് ബോഡി എന്ന് വെച്ചാൽ നിയമം നിർമ്മിക്കാൻ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കാൻ കഴിവുള്ള ബോഡിയാണ് ലെജിസ്ലേറ്റീവ് ബോഡി. ജുഡീഷ്യൽ ബോഡി എന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള നിർവചനം കൊടുക്കാൻ, ശിക്ഷ വിധിക്കാനൊക്കെ അധികാരമുള്ളതാണ് ജുഡീഷ്യൽ ബോഡി. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കാനും അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഇപ്പോൾ ഒരാളെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരാളെ കയറാൻ അനുവദിക്കുന്നില്ല എന്ന് വെച്ചാൽ, ഉദാഹരണം ഒരു കമ്പനീനെ ക്യാപിറ്റൽ മാർക്കറ്റിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വിലക്ക് ഏർപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഈ കമ്പനി അവരെന്ത് ചെയ്യുന്നു? അവർക്ക് ഗ്രീവൻസ് റിഡ്രസൽ, പരാതി പരിഹാര സംവിധാനങ്ങളൊക്കെ സെബി ഏർപ്പെടുത്തുന്നു. അങ്ങനെ ഒരു സെബി ഒരു ജുഡീഷ്യൽ ബോഡി, ക്വാസി ജുഡീഷ്യൽ ബോഡി ആയിട്ടും പ്രവർത്തിക്കുന്നു. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കാനും അത് കൃത്യമായിട്ട് പരിപാലിക്കാനും വേണ്ടി സെബി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി സെബിയുടെ ഫംഗ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ, ടു റിവ്യൂ ദ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. നമുക്കറിയാം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ഓഹരി വിപണികൾ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, ഇതെല്ലാം ഇന്ത്യയിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. ഇന്ത്യ INX. അപ്പൊ ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നു. അതിനുശേഷം ഓവർലുക്ക് ദ രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് വർക്കിംഗ് ഓഫ് മാർക്കറ്റ് ഇന്റർമീഡിയറീസ്. അതായത് നമുക്കറിയാം ഈ പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട് അല്ലെ? നമ്മൾ പരസ്യം കാണാറില്ലേ? ഗ്രോ, സെറോദ, അപ്സ്റ്റോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്റെ ഒക്കെ പരസ്യം കാണാറില്ലേ? ബ്രോക്കേഴ്സ് വഴി മാത്രമേ നമുക്ക് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഒക്കെ വാങ്ങാൻ പറ്റത്തുള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന്. അപ്പൊ അവരെ എല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ രജിസ്ട്രേഷൻ കറക്റ്റ് ആണോ, അവരുടെ പ്രോപ്പർ റെഗുലേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സെബി ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്ത് വരുന്നു? മെർച്ചന്റ് ബാങ്കേഴ്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഇതെല്ലാം തന്നെ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഇടനിലക്കാരാണ്. ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇടനിലക്കാർ. അതിനുശേഷം ടു ഓവർലുക്ക് ദ രജിസ്ട്രേഷൻ റെഗുലേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ടുകൾ. നമുക്കറിയാലോ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും അല്ലെ? സച്ചിൻ ടെണ്ടുൽക്കർ വന്നിട്ട് പറയുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് ശരിയാണ്, ദീർഘനാൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, കൂടുതൽ ലാഭം കിട്ടും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ടുകൾ കൃത്യമായിട്ടാണോ, അതിനെ എന്ത് ചെയ്യണം? അതിന്റെ രജിസ്ട്രേഷൻ എല്ലാം തന്നെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. കാരണം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ടാണ് ഒരു മ്യൂച്വൽ ഫണ്ട് പ്രവർത്തിക്കുന്നത്. അത് പല പല ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അത്രത്തോളം ഫണ്ടാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നമ്മൾ പ്രോപ്പർ റെഗുലേറ്റ് ചെയ്യണം. അതുപോലെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? സെബിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി 3 ആൾക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് പ്രധാനമായിട്ടും സെബി പ്രവർത്തിക്കുന്നത്. ഒന്ന് ഇഷ്യൂവേഴ്സ്, മറ്റൊന്ന് ഇൻവെസ്റ്റേഴ്സ്, മറ്റൊന്ന് ഇന്റർമീഡിയറീസ്.
ഇഷ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർസ്, ഡിബഞ്ചേഴ്സ് തുടങ്ങിയ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാർ. ഉദാഹരണം, ടാറ്റ എന്ന് പറയുന്ന കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തു. അപ്പോൾ ടാറ്റ ഒരു ഇഷ്യൂർ ആണ്. റിലയൻസ് എന്ന് പറയുന്ന കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, റിലയൻസ് ഷെയർ വിൽക്കുന്നു, അപ്പോൾ റിലയൻസ് ഒരു ഇഷ്യൂർ ആണ്. LIC ഷെയർ വിൽക്കുന്നു, LIC ഒരു ഇഷ്യൂർ ആണ്. അപ്പോൾ ഗവൺമെന്റ് കടപ്പത്രങ്ങൾ വിൽക്കുന്നു, ഗവൺമെന്റ് ഒരു ഇഷ്യൂർ ആണ്. അപ്പോൾ ഇത്തരത്തിൽ കടപ്പത്രങ്ങളോ സെക്യൂരിറ്റീസോ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ ഗവൺമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇഷ്യൂർ. ഇനി അത് വാങ്ങുന്ന, പൈസ കൊടുത്ത് വാങ്ങുന്ന നമ്മളെ പോലുള്ള വ്യക്തികളോ സ്ഥാപനങ്ങളോ ആര് വേണമാകാം, നമ്മൾ പൈസ കൊടുത്ത് ഷെയർ മേടിക്കുന്നു, നമ്മളെ ഇൻവെസ്റ്റർ എന്നാണ് പറയുന്നത്, ഇൻവെസ്റ്റർ. ഇനി ഇന്റർമീഡിയറീസ്, നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാർ, സ്റ്റോക്ക് ബ്രോക്കർ എന്നൊക്കെ പറഞ്ഞില്ല, അതാണ് ഇന്റർമീഡിയറീസ്. ഇവരെ 3 പേരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സെബി പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മുടെ 3 ആൾക്കാരുടെയും താല്പര്യങ്ങൾ ആര് സംരക്ഷിക്കുന്നുണ്ട്? സെബി സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ സെബി ഇഷ്യൂവേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഇന്റർമീഡിയറീസ്, ഇഷ്യൂവേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇന്റർമീഡിയറീസിന്റെ താല്പര്യങ്ങൾ സെബി സംരക്ഷിക്കുന്നുണ്ട്. ഇനി സെബിയുടെ മറ്റു കുറച്ച് പവറുകൾ നോക്കിക്കഴിഞ്ഞാൽ, സെബി ഹാസ് ആക്സസ് ടു ദ അക്കൗണ്ട്സ് ഓഫ് ഈച്ച് പബ്ലിക്ലി ട്രേഡഡ് കമ്പനി ദാറ്റ് ഈസ് ലിസ്റ്റഡ് ഓർ ഇന്റൻഡഡ് ടു ബി ലിസ്റ്റഡ്. നിങ്ങൾക്കറിയാം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ കമ്പനികളുടെ ഷെയറുകൾ, ഡിബഞ്ചർ അതുപോലുള്ള സാധനങ്ങളാണ് വിൽക്കുന്നത്, അല്ലെ, വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനി അവിടെ അവരുടെ ഷെയറുകൾ, ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിൽക്കണമെങ്കിൽ അവരവിടെ ലിസ്റ്റ് ചെയ്യണം, അതായത് അവിടെ രജിസ്റ്റർ ചെയ്യണം. ആ കമ്പനി അവിടെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവർക്ക് അവിടെ ഷെയർ വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്തരത്തിൽ ലിസ്റ്റ് ചെയ്തതോ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതോ ആയിട്ടുള്ള കമ്പനികളുടെ മുഴുവൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അവരുടെ മുഴുവൻ കണക്കുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സെബിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സെബി ഹാസ് എ സെയിം പവർ ആ സിവിൽ കോർട്ട്. ഒരു സിവിൽ കോടതിയുടെ അതേ പവർ വേണമെങ്കിൽ ചോദിക്കാം, ഒരു സിവിൽ കോടതിയുടെ പവർ സെബിക്കുണ്ട്. ശരിയാണ്, സെബിക്ക് സിവിൽ കോടതിയുടെ അതേ പവർ ഉണ്ട്. സെബി ഹാസ് അതോറിറ്റി ടു റെഗുലേറ്റ് മാർക്കറ്റ് ഇന്റർമീഡിയറീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിലെ ഇന്റർമീഡിയറീസ്, മാർക്കറ്റിലെ ഇടനിലക്കാരെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി ആർക്കുണ്ട്? അപ്പൊ മാർക്കറ്റിലെ ഇന്റർമീഡിയറീസ്, ഇടനിലക്കാരെ കൃത്യമായിട്ടും റെഗുലേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി ആർക്കുണ്ട്? സെബിക്കുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ പറ്റി നോക്കി, RBIനെ പറ്റിയും നോക്കി, സെബിനെ പറ്റിയും നോക്കി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നബാർഡ് ആണ്. നബാർഡ് എന്ന് പറയുന്നത് നാഷണൽ ബാങ്ക് ഫോർ, നമുക്കിവിടെ എഴുതാം, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പൊ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക് എന്നുള്ളതാണ് ഏതിന്റെ ഫുൾ ഫോം? നബാർഡിന്റെ ഫുൾ ഫോം, ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക്. അപ്പൊ ഇതെന്ന് പറയുന്നത് 1982 ജൂലൈ 12 എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥാപനമാണ് നബാർഡ് എന്ന് പറയുന്നത്. നബാർഡിന്റെ പ്രത്യേകത, നബാർഡ് വരാൻ കാരണമായ കമ്മിറ്റി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവരാമൻ കമ്മിറ്റിയാണ്. മുന്നത്തെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ അംഗമായിരുന്നു ശിവരാമൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതെന്ന് കേട്ടിട്ടുണ്ട്, ശിവരാമൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നബാർഡ് വന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാൻ ചിലപ്പോൾ, എന്താണ്? കമ്മിറ്റി ടു റിവ്യൂ ദ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം വന്ന സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോകും. കാരണം ശിവരാമൻ കമ്മിറ്റിയുടെ ഔദ്യോഗിക നാമം കമ്മിറ്റി ടു റിവ്യൂ ദ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ആ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ശിവരാമൻ. ആ കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് നബാർഡ് വരുന്നത് 1982. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഒരു നിയമം വഴി രൂപം കൊണ്ട സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? നബാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ബാങ്കിങ് മേഖല, അതായത് ഗ്രാമവികസനത്തിന്റെയും റൂറൽ ക്രെഡിറ്റ്, ഗ്രാമപ്രദേശത്ത് വായ്പകൾ കൊടുക്കുന്നതിന്റെയും ഗ്രാമവികസനത്തിന്റെയും അപ്പെക്സ് ബോഡി എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന ലെവലിലുള്ള ബോഡിനെയാണ് അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഗ്രാമവികസനത്തിന്റെയും റൂറൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഗ്രാമവികസനത്തിന്റെയും കാർഷിക മേഖലയുടെയും ഏറ്റവും അപ്പെക്സ് ബോഡി, ഉയർന്ന ബോഡി ഏതാണ്? നബാർഡ് ആണ്. ഇനി നബാർഡ് ആരുടെ നിയന്ത്രണത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നബാർഡും RBIയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. നബാർഡും RBIയുടെ നിയന്ത്രണത്തിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നബാർഡ് പ്രധാനമായിട്ടും
ഗ്രാമപ്രദേശത്താണ് ഊന്നൽ കൊടുക്കുന്നത്. നബാർഡ് കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ്, സ്ഥാപനമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, RBI ആണ് നിയന്ത്രിക്കുന്നതെങ്കിൽ പോലും നബാർഡിന്റെ ഉടമസ്ഥാവകാശം കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. നബാർഡ് ഈസ് ദ അപെക്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു പ്രൊവൈഡ് ഫൈനാൻസ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. കാർഷിക മേഖലയ്ക്കും ഗ്രാമവികസനത്തിനും എന്ത് ചെയ്യുക, ഫൈനാൻസ് കൊടുക്കാനുള്ള ഒരു സ്ഥാപനമാണ് നബാർഡ് എന്ന് പറയുന്നത്. ഇനി നബാർഡിന്റെ ഫങ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് സൂപ്പർവൈസസ് ദ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. വേണമെങ്കിൽ നിങ്ങളെ കുഴപ്പിക്കാൻ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണിത്. എന്താണ്? ഇന്ത്യയിലെ ബാങ്കുകളെ എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? RBI ആണല്ലോ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും, അതിനകത്ത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, ഡെവലപ്മെന്റ് ബാങ്കുകൾ, നബാർഡ് തുടങ്ങിയ എല്ലാവരുടെയും, കോപ്പറേറ്റീവ് ബാങ്കുകൾ എല്ലാവരെയും റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. പക്ഷേ കോപ്പറേറ്റീവ് ബാങ്കുകൾ, സഹകരണ ബാങ്കുകളെയും RRBനെയും റെഗുലേറ്റ് ചെയ്യുന്നത് RBI തന്നെയാണ്. പക്ഷെ സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? സൂപ്പർവിഷൻ നബാർഡിന്റെ കയ്യിലാണ്. സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, അവർ ആർക്ക് എങ്ങനെ ലോൺ കൊടുക്കണം, എത്ര ശതമാനം ലോൺ ഏത് വിഭാഗത്തിന്, ഏത് മേഖലയ്ക്ക് കൊടുക്കണം തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളെ സൂപ്പർവൈസ് ചെയ്യുന്നത് നബാർഡാണ്. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളെയും റീജിയണൽ റൂറൽ ബാങ്കുകളെയും നബാർഡിനെ എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന RBI ആണെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിനെയും RRBനെയും സൂപ്പർവിഷൻ നടത്തുന്ന, അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമാണോ എന്ന് സൂപ്പർവൈസ് ചെയ്യുന്നത് നബാർഡാണ്. അപ്പൊ കോപ്പറേറ്റീവ് ബാങ്കുകളെയും RRBനെയും സൂപ്പർവൈസ് ചെയ്യുന്ന നബാർഡാണ്. നബാർഡിന്റെ വെബ്സൈറ്റ് തന്നെ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ RBIയുടെയും സെബിയുടെയും നബാർഡിന്റെ ഒക്കെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇത് ഡിസ്ട്രിക്ട് ലെവൽ ക്രെഡിറ്റ് പ്ലാനുകൾ തയ്യാറാക്കുന്നു. കാർഷിക മേഖലയ്ക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടുള്ള ജില്ലാതല പ്ലാനുകൾ തയ്യാറാക്കുന്നു. ഡിസൈനിങ് യൂണിയൻ ഗവൺമെന്റ് ഡെവലപ്മെന്റ് സ്കീംസ്, അതായത് ഗ്രാമവികസനവും കാർഷിക വികസനവുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ പ്ലാനുകൾ തയ്യാറാക്കാനും ഉപദേശം കൊടുക്കാനും നബാർഡ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരകൗശല വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികൾക്ക് ആ മേഖലയിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. റീഫൈനാൻസ് സപ്പോർട്ട് ഫോർ ബിൽഡിംഗ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി റീഫൈനാൻസ് എന്ന് വെച്ചാൽ നേരിട്ട് സഹായം കൊടുക്കുന്നില്ല, മറ്റ് ബാങ്കുകൾ വഴിയോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയോ റീഫൈനാൻസിങ് സപ്പോർട്ടും ആര് പ്രൊവൈഡ് ചെയ്യുന്നു? നബാർഡ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഈ ഒരു ചോദ്യം മുൻ വർഷത്തെ ചോദിച്ചിട്ടുണ്ട്. RIDF, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്, എന്തിനാണ് നമ്മളിവിടെ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നബാർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഫണ്ടാണ്. അപ്പൊ മുൻ വർഷത്തെ ചോദ്യം ആരുടെ നിയന്ത്രണത്തിലാണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്? ഗ്രാമീണ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അടിസ്ഥാന സൗകര്യ ഡെവലപ്മെന്റ് വികസന ഫണ്ട്. ഇപ്പൊ ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ട് RIDF, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ആരുടെ നിയന്ത്രണത്തിലാണ്? നബാർഡിന്റെ നിയന്ത്രണത്തിലാണ്. എന്താണ് ഈ ഒരു ഫണ്ട്? ഇത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു ഫണ്ടാണ് കേട്ടോ. കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഒരു ഫണ്ടാണ് RIDF. എന്തിനാണ് ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്താനാണ് RIDF കൊണ്ടുവന്നത്. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നബാർഡിനെയാണ് ഈ ഫണ്ട് നോക്കി നടത്താനുള്ള, ഈ ഫണ്ട് മാനേജ് ചെയ്യാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ആർക്കാണ്? നബാർഡിനാണ്. അപ്പൊ നബാർഡിനാണ് ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ആരെയാണ്? നബാർഡിനെയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫണ്ട്, ഈ ഫണ്ടിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? പ്രൊവൈഡ് ലോൺ ടു സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഓൺഡ് കോർപ്പറേഷൻ. സംസ്ഥാന സർക്കാരുകൾക്കോ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങൾക്കോ കമ്പനികൾക്കോ എന്ത് കൊടുക്കുക? ലോൺ കൊടുക്കുക. എന്തിനാണ്? നിലവിലുള്ളതോ പുതിയതോ ആയിട്ടുള്ള ഗ്രാമപ്രദേശത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്. അപ്പൊ എന്താണ് ഈ RIDF? കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു ഫണ്ടാണ്. ഈ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനങ്ങൾക്ക് ലോൺ ആയിട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ കീഴിൽ സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് ലോൺ എടുത്തിട്ട് ഗ്രാമപ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ഫണ്ട് യൂസ് ചെയ്യാം. അതാണ് എന്തെന്ന് പറയുന്നത്? RIDF, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ 3 സ്ഥാപനങ്ങളെ പറ്റിയാണ് നോക്കിയത്. നമുക്കറിയാം SBIനെ പറ്റി നോക്കി, അതുപോലെ തന്നെ RBIനെ പറ്റി നോക്കി, SBI അല്ല RBIനെ പറ്റി നോക്കി, സെബിനെ പറ്റി നോക്കി, അതുപോലെ നബാർഡിനെ പറ്റി നോക്കി. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന RBI എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് ആണ്. RBI എന്ന് പറയുന്നത് അറിയാമല്ലോ, ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ആണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ആണ് RBI എന്ന് പറയുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു മോണിറ്ററി അതോറിറ്റിയാണ്.
പണത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ്. മോണിറ്ററി പോളിസി പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ മണി മാർക്കറ്റിന്റെ നിയന്ത്രകനാണ് RBI എന്ന് പറയുന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് വന്നത്, റെക്കമെൻഡേഷൻ പ്രകാരമാണ് വന്നത്. ഇനി സെബി ആണെങ്കിലോ ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റുകളെ നിയന്ത്രിക്കുന്നു. ക്യാപിറ്റൽ മാർക്കറ്റിനകത്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, വെഞ്ചർ ക്യാപിറ്റൽ തുടങ്ങിയതെല്ലാം തന്നെ വരുന്നത്. അപ്പോൾ ഈ സെബിയുടെ ആസ്ഥാനം ഇവിടെ തന്നെയാണ്, മുംബൈ തന്നെയാണ്. ഈ പറയുന്ന സെബി GS പട്ടേൽ കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് ഏത് വരുന്നത്, സെബി വരുന്നത്. സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതൊരു ക്വാസി ലെജിസ്ലേറ്റീവ് ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളെ നിയന്ത്രിക്കുന്ന ആരാണ്, സെബി ആണ്. ഇനി ലോകത്തെ ഏറ്റവും വലിയ 3 ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളാണ് മൂഡീസ്, ഫിച്ച്, S&P. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് നബാർഡിനെ പറ്റിയാണ്. നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, ദേശീയ കാർഷിക ഗ്രാമവികസന ബാങ്കാണ്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്, മുംബൈ ആണ്. അതുപോലെ ശിവരാമൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരമാണ് വന്നത്. ഈ പറയുന്ന നബാർഡാണ് കോപ്പറേറ്റീവ് ബാങ്കുകളെയും RRBകളെയും സൂപ്പർവൈസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നബാർഡിന്റെ കീഴിൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഉണ്ട്. അതിനെപ്പറ്റി മുൻ വർഷം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിൽ മറ്റ് 3 പ്രധാനപ്പെട്ട സാമ്പത്തിക സ്ഥാപനങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്